നിങ്ങളെ പഴയ വസ്ത്രങ്ങളൊക്കെ വെറുതെ അലമാരൻ്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ അഴുകി പോകുന്നുണ്ടോ? ഉപയോഗിക്കാൻ പറ്റാതെയൊക്കെ ആയിട്ട് എങ്കിലും ആരും ഉപയോഗിക്കാത്ത ആ വസ്ത്രങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് മാസം 10,000 സമ്പാദിക്കാമെന്ന് ഞാൻ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ അത് ഞാൻ പറഞ്ഞു കേട്ടോ. പഴയ വസ്ത്രങ്ങളെ ഡിസൈനർ വസ്ത്രങ്ങളാക്കി മാറ്റുന്ന അപ്സൈക്ലിംഗ് ബിസിനസ്സിലൂടെ നിങ്ങൾക്കിത് മാറ്റിയെടുക്കാം. ഇതെങ്ങനെ ചെയ്യാം, ആർക്കൊക്കെ ഈ സേവനം നൽകാം എന്നതിനെ പറ്റിയൊക്കെ ഈ ഒരു വീഡിയോ ഞാൻ പറയാൻ പോണത് കേട്ടോ. വീഡിയോ മുഴുവനായും കാണാൻ നിങ്ങൾക്കൊരു വരുമാന മാർഗ്ഗം ഇവിടെ തുടങ്ങും കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളെ വിഷയത്തേക്ക് കിടന്നാലോ. ഒന്നാമത്തെ തന്നെ ആൾട്രേഷൻ സർവീസാണ്. ആൾട്രേഷൻ സർവീസ് പറഞ്ഞാൽ ആളുകൾക്ക് അവരുടെ വസ്ത്രങ്ങൾ വലിപ്പം കൂടുകയോ കുറഞ്ഞാലോ ഉപയോഗിക്കാൻ പറ്റാതെ നമ്മൾ മാറ്റി വെക്കുമല്ലോ. അതുപോലത്തെ ചെറിയ കേടുപാടുകൾ വരുമ്പോൾ ആ ഡ്രസ്സ് മാറ്റി വെക്കാറുണ്ട്. ഇതിനൊരു പരിഹാരമാണ് ആൾട്രേഷൻ സർവീസ്. അത് നമുക്ക് ചെറുതാക്കേണ്ടത് ചെറുതാക്കിയോ വലുതാക്കേണ്ടത് വലുതാക്കിയോ ഒക്കെ ചെയ്തിട്ട് ആളുകൾക്ക് യൂസ് ചെയ്യാം. അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊരു ജീൻസ് വലിപ്പം കൂടുതലാണെന്ന് കരുതുക, അല്ലെങ്കിൽ കുറവാണ്. അത് ശരീരത്തിന് അനുയോജ്യമായ രീതിയിൽ തുന്നി ശരിയാക്കി കൊടുക്കാം. കീറിപ്പോയ കുപ്പായം ഭംഗിയായി തുന്നി കൊടുക്കാം. ഇതൊക്കെ നമുക്ക് ഈ ആൾട്രേഷനിൽ പറഞ്ഞിട്ടുള്ളതാണ്. ചിലപ്പോൾ നമുക്കൊക്കെ പീടികയിൽ നിന്ന് എടുത്ത് വന്നത് വലിയതായത് കാരണം നമുക്ക് ചെയ്യാൻ കഴിയാതെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഡ്രസ്സൊക്കെ പാകാക്കി കൊടുക്കുക. ഈ ആൾട്രേഷൻ്റെ പരിപാടി നൈറ്റി എടുത്താൽ അതൊക്കെ പാകാക്കി കൊടുക്കുക. ഇത് നല്ലൊരു ബിസിനസ് മാർഗ്ഗമാണ്. സാധാരണ നമുക്കൊരു എങ്ങനെയെന്ന് പറയാം, നമുക്ക് കയ്യിലൊരു ചെറിയൊരു വരുമാനം ഇതിന്മേൽ എപ്പോഴും വരും. പിന്നെ നല്ല പണിയുള്ളൊരു പരിപാടിയാണ് ആൾട്രേഷൻ വർക്ക്. അതിന് ചിലതിനൊക്കെ നല്ല പൈസയും വരും കേട്ടോ. അപ്പോൾ അതൊരു നല്ല വരുമാന മാർഗ്ഗമാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് പഴയ വസ്ത്രങ്ങളെ പുതിയതാക്കുക, അതായത് അപ്സൈക്ലിംഗ്. ഇതിൻ്റെ വിശദീകരണം ഞാൻ പറഞ്ഞു കേട്ടോ. പഴയതും ഉപയോഗിക്കാത്തതുമായ ഓരോ വസ്ത്രങ്ങൾ, അതേപോലെ മോഡൽ പോയ വസ്ത്രങ്ങളൊക്കെ നമ്മളെ വീട്ടിലിങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടാവും. അതേപോലെ ഈ ബ്രൈഡൽ വസ്ത്രങ്ങൾ മോഡൽ പോയി അങ്ങനെ ഉപയോഗിക്കാതെ ആ വസ്ത്രങ്ങളൊക്കെ പുതിയൊരു മോഡലിലോട്ട് മാറ്റി, ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള മോഡലിലോട്ട് മാറ്റി സ്റ്റിച്ച് ചെയ്യണതിനാണ് ഈ അപ്സൈക്ലിംഗ് എന്ന് പറയാം. ഇപ്പോഴത്തെ കാലത്ത് അതിന് നല്ല ഡിമാൻഡാണ്. കാരണം പഴയ ബ്രൈഡൽ, ഉദാഹരണത്തിന് പറഞ്ഞാൽ ഈ പഴയ സാരികളൊക്കെ വെച്ച് നമുക്ക് കുട്ടികൾക്ക് ഈ പുതിയ ഫ്രോക്കുകളാക്കണത്. അതേപോലെ തന്നെ ഇപ്പോഴത്തെ കാലത്ത് കുട്ടികളുടെ അടുത്തൊക്കെ എല്ലാവരുടെ അടുത്തുണ്ടാവും ബ്രൈഡൽ ഡ്രസ്സുകൾ. സ്വന്തം ബ്രൈഡൽ ഡ്രസ്സ് ഒരൊറ്റ പ്രാവശ്യം ഇട്ട് പിന്നെ അത് അലമാരയിൽ കിടക്കുക ഇടാൻ കഴിയൂല. അപ്പോൾ അതൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഗൗണുകളോ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് അംബ്രല്ലൻ്റെ സ്കേർട്ടാണ് വെച്ചെങ്കിൽ അത് അംബ്രല്ല പാൻ്റ് ആക്കിയിട്ട്, ടോപ്പാണ് വെച്ചെങ്കിൽ അത് ക്രോപ്പ് ആക്കിയിട്ട്, ക്രോപ്പ് ടോപ്പുമ്മേക്ക് ഈ അംബ്രല്ല വരുന്ന ഡ്രസ്സ് ഫ്രോക്ക് ആക്കിയിട്ട് ഒക്കെ ചെയ്യാൻ കഴിയും. ഭയങ്കര ഒരു ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു സംഗതിയാണ് കേട്ടോ. അങ്ങനെ ചെയ്യണമെന്ന് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുകയും ചെയ്യാം കേട്ടോ, സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ. ഇനി ഈ ബിസിനസ് ആശയം എങ്ങനെ വികസിപ്പിച്ചെടുക്കാൻ നമുക്ക് നോക്കട്ടോ. മൂന്നാമത്, ഇതെങ്ങനെയാണ് നമ്മൾ വികസിപ്പിച്ച് ഇത് നമുക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. ഈ സേവനങ്ങൾ എങ്ങനെ ആളുകളിലേക്ക് എത്തിക്കാം, എങ്ങനെ ഇതിൽ നിന്നും വരുമാനം ഉണ്ടാക്കാം എന്നാണ് ഞാൻ പറഞ്ഞു തരാൻ പോണത്. നിങ്ങൾ തയ്ച്ചു കൊണ്ടിരിക്കണേ, നമ്മൾ ആര് തയ്ക്കുകയാണെങ്കിലും ആ തയ്ച്ചു കൊണ്ടിരിക്കണ ഡിസൈനുകളും ഫോട്ടോകളും വീഡിയോകളൊക്കെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് ഇങ്ങനെയുള്ള എല്ലാവിധ പ്ലാറ്റ്ഫോമുകളിലും പോസ്റ്റ് ചെയ്യുക. ഇത് എങ്ങനെയാണ് നമ്മൾ ചെയ്തത്, പഴയത് ഓൾഡ് ന്യൂ എന്നിട്ടിട്ട് പഴയതെങ്ങനെ പുതിയതെങ്ങനെയെന്നുള്ള വ്യത്യാസങ്ങളൊക്കെ ഉള്ള വീഡിയോസൊക്കെ ഒരുപാട് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ ഈ ബന്ധുക്കൾക്കിടയിലൊക്കെ നമുക്ക് ഇത് വികസിപ്പിക്കാം. അപ്പോൾ നമുക്ക് ഓർഡറുകൾ വരും. അതേപോലെ തന്നെ വേർഡ് ഓഫ് മൗത്ത് പബ്ലിസിറ്റി, അത് ഓർഡറുകൾ കണ്ടെത്താൻ നല്ലോണം സഹായിക്കും. അതായത് നമ്മൾ ഈ ഡ്രസ്സ് ഇങ്ങനെ ചെയ്യുന്നുണ്ട് നമ്മൾ ആളുകളോട് നമ്മൾ തന്നെ തൊള്ള തുറന്ന് പറയാം. നമ്മളെ കാര്യം പറയാൻ മറ്റൊരാളും വരില്ല. നമ്മൾക്ക് പരസ്യം നമ്മൾ തന്നെയാണ്. നമ്മൾ പറഞ്ഞ് നമ്മൾ അത് ചെയ്ത് കിട്ടി വർക്ക് ചെയ്ത് വേറൊരാൾ ചെയ്ത് കൊടുത്താൽ ഓല് പിന്നെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ നമുക്ക് വർക്കുകൾ കിട്ടും. അപ്പം ഞാനും ഈ പഴയ വസ്ത്രങ്ങൾ ഇങ്ങനെ മടിച്ച് കളയാൻ നിൽക്കണ്ട കേട്ടോ. അവയെ നമുക്ക് മനോഹരമായ പുതിയ വസ്ത്രങ്ങളാക്കി മാറ്റുക എന്നുള്ളതാണ് ഇപ്പം ഇന്ന് ഞാൻ പറഞ്ഞത്. ഇന്ന് തന്നെ വേഗം തുടങ്ങിക്കോളി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റെന്തെങ്കിലും ആശയങ്ങൾ നിങ്ങളെ കയ്യിലുണ്ട് വെച്ചെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. നിങ്ങൾക്ക് പുതിയ പുതിയ ഐഡിയകൾ ഉണ്ട് വെച്ചെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സിൽ പറയാം. അതേപോലെ തന്നെ എന്നിലുള്ള ഐഡിയകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡ്രസ്സോ കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്ത് തരണമെങ്കിൽ അതേ മോഡൽ വേണമെങ്കിൽ ഒക്കെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബായ്, അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.